ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും കുക്കിംഗ് റേഞ്ചിലേക്ക് സ്വാഗതം. ചെറിയൊരു ബ്രേക്കിന് ശേഷമാണ് വന്നിട്ടുള്ളത്. എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പുതിയ വീഡിയോയിലേക്ക് കിടക്കാം. നല്ലൊരു വഴുതനങ്ങ ഫ്രൈ ആണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 4 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. ഈ കളർ വഴുതനങ്ങ തന്നെ എടുക്കണമെന്നില്ല, ഡാർക്ക് കളറിലെ വഴുതനങ്ങയൊക്കെ ആയാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ വീട്ടിൽ മെമ്പേഴ്സിനനുസരിച്ച് വഴുതനങ്ങയുടെ എണ്ണം എടുക്കുക. അപ്പോൾ ഒരു വഴുതനങ്ങയിൽ നിന്ന് നമുക്ക് ധാരാളം പീസസ് എടുക്കാനായിട്ട് പറ്റും. കട്ട് ചെയ്യുമ്പോൾ തീരെ കനം കുറഞ്ഞിട്ട് അരിയാൻ പാടില്ല കേട്ടോ. ഈ ഒരു രീതിയിൽ അരിഞ്ഞെടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ കറ കളയണമെന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് കട്ട് ചെയ്യുമ്പോൾ തന്നെ വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കുക കേട്ടോ. എന്നിട്ട് വെള്ളമൊക്കെ കളഞ്ഞെടുക്കുക. ഞാനിതിപ്പോൾ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടില്ല. വെള്ളത്തിലിട്ട് വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ഇനി എന്തൊക്കെയാണെന്ന് നോക്കാം. എരിവിനനുസരിച്ച് 1 മുതൽ 2 ടീസ്പൂൺ വരെ മുളക് പൊടി എടുക്കുക. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്തു. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ, ഒരു 1/4 ടീസ്പൂണോളം. ചെറിയൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. നല്ല ടേസ്റ്റാണ് കായപ്പൊടിയും കൂടി അതിലേക്ക് ചേരുമ്പോൾ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഇനി ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. 1 മുതൽ 2 ടീസ്പൂൺ വരെ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക കേട്ടോ. ഞാനിവിടെ ഇടിയപ്പത്തിൻ്റെ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഏതായാലും കുഴപ്പമില്ല കേട്ടോ. ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ഒഴിക്കണം. ആദ്യം തന്നെ ഒരുപാട് വെള്ളം എടുത്ത് ഒഴിക്കരുത് കേട്ടോ. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഒരുപാട് ലൂസായി പോയാലും തിക്കായി കഴിഞ്ഞാലും നമുക്കിത് അത്ര ശരിയായി കിട്ടില്ല. അപ്പോൾ കറക്റ്റായ പാകത്തിലേക്ക് നമ്മളിത് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് റെഡിയാക്കി എടുക്കുക. അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രിഞ്ചോളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ബ്രിഞ്ചോൾ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഈ മസാലയൊക്കെ ഇതിലേക്ക് നന്നായിട്ട് നമ്മൾ പിടിപ്പിച്ചെടുക്കണം. അപ്പോൾ 2 സൈഡിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ മസാലയുടെ ജ്യൂസൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ചൊക്കെ അബ്സോർബ് ആവും. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുക. ഇനി ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ ചൂടായപ്പോൾ ഞാൻ ഇതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ആട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഈ പീസസ് എല്ലാം ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിലേക്ക് വെച്ച് എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മളിങ്ങനെ പീസസ് ഇട്ട് കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഏകദേശം ഒരു 5 മിനിറ്റ് സമയം കിടക്കുമ്പോൾ തന്നെ ഒരു സൈഡ് കുക്കായിട്ടുണ്ടാവും. തിരിച്ചിട്ട് കഴിഞ്ഞാൽ വീണ്ടും ഒരു 4-5 മിനിറ്റ്. അതോടുകൂടി നല്ല ക്രിസ്പി ആയിട്ടുള്ള വഴുതനങ്ങ ഫ്രൈ റെഡി ആയിട്ടുണ്ടാവും. ഇതുപോലെ തയ്യാറാക്കാത്തവരൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ. ചോറിൻ്റെ കൂടെ ഏത് കറിയുടെ കൂടെ നല്ലൊരു സൈഡ് ഡിഷായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനിയിപ്പോൾ വേറെ കറികളൊന്നും ഇല്ലെങ്കിലും ഇതുകൂടി ഊണ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഇത് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഇതുപോലെ ട്രൈ ചെയ്ത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു ഐറ്റമാണ്. ഇത്രയും നേരം വീഡിയോ വാച്ച് ചെയ്താൽ നിങ്ങളോട് എല്ലാവരോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. പുതിയൊരു വീഡിയോയിലൂടെ പുതിയൊരു ഐറ്റത്തിലൂടെ നമുക്കിനി കാണാം കേട്ടോ. ബൈ.